ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം ലെക്സസ് ഷോറൂമിലാണ്. വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നാട്ടിൽ നിന്ന് വന്നിട്ടിപ്പം 3-4 ദിവസമായി. നാളെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. അപ്പം വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഇപ്പം ഇന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇന്നിവിടെ ഇപ്പോൾ സർവീസ് ചെയ്ത് പോവും. ഇനിയും നമ്മുടെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലാണുള്ളത്. എല്ലാവരും ഇപ്പോൾ എത്തും. നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് അറൈവൽസിൽ നിൽക്കുകയാണ്. ദാണ്ട് ദൂരെ നിന്നവരൊക്കെ ഓരോരുത്തരായിട്ട് അവരവരുടെ ലഗേജൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യം തന്നെ വരുന്നത് നമ്മുടെ കുഞ്ഞുണ്ണിയാണ്. എല്ലാവരും റിസീവ് ചെയ്തു. നേരെ കാർ പാർക്കിംഗ് വന്നു. നമ്മൾ അതിന് ശേഷം നേരെ എല്ലാവരുമായിട്ടും വീട്ടിലോട്ടെത്തി. എയർപോർട്ടിന് വന്ന ഉടനെ തന്നെ കുമാർ 3 പേരും കൂടെ എൻ്റെ പുറകെ നേരെ മാമാനൂറ ലക്ഷ്യമാക്കി പോവാണ്. ഇവിടെ വൺ ഓഫ് ദ ഫേമസ് ഷവർമ ഷോപ്പാണിത്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഇവരെ കൊണ്ട് ഈ ഷോപ്പിലോട്ടാണ് വന്നത്. ഇവരങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ നൈറ്റിൽ ഷവർമ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവർക്ക് അറബിക് നാട്ടിലെ ഷവർമ കഴിക്കണം. അതിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റു. ഇതാണ് വീടിൻ്റെ കോലം. ലഗേജിൻ്റെ ഒരു കളിയാണ് ഇവിടെ. നമ്മളങ്ങനെ എല്ലാ ഫാമിലിയായിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ്. നമ്മൾ ലുലുവിലെത്തി. പാർക്കിങ്ങിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അനിയത്തി ചേച്ചിക്കും. മൈ ഗോഡ്. 100-ൽ 10 മാർക്ക് അല്ല 100. അങ്ങനെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ വരെ എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ട്രിപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. എല്ലാം വന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് റിയാദിലെ മുറബ ലുലുവിലാണ് വന്നത്. ഇവർക്ക് ആദ്യം ലുലു കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലുലുവിലെത്തി. അപ്പോൾ അങ്ങനെ ലുലുവിൽ കറങ്ങി നടക്കുകയാണ്. ഷോപ്പിങ്ങും അതും ഇതുമൊക്കെ ആയിട്ട് അവരിങ്ങനെ കറങ്ങി നടക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ലുലുവിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ജോലിബി കയറി കുറച്ച് ബ്രോസ്റ്റൊക്കെ വാങ്ങി പിള്ളേർ കഴിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ചക്കു ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊരു സസ്പെൻസാണ്. അപ്പം അവർക്കാർക്കും അറിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ വീട്ടിലായിരിക്കും ഇന്ന് ലഞ്ച്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വേണം ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ എയർപോർട്ടിലോട്ട്. കൂട്ടത്തിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പൊന്നൂനെയും കൂടെ കൂട്ടണം. അവർക്കൊരു സർപ്രൈസ് ഡയറക്റ്റ് നമുക്ക് എയർപോർട്ടിൽ കൊടുക്കാം. നമ്മളങ്ങനെ ഈവനിങ്ങിൽ നേരെ പൊന്നുമായിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. പോകുന്നതിനിടയിൽ ടിം ഹോട്ടനിൽ കയറി അവിടെ നിന്ന് കാപ്പിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് ഇപ്പം പോകുന്ന വഴിയാണ്. പൊന്നോട് പറഞ്ഞത്, ഞാൻ ഇന്നലെ അവരെ റിസീവ് ചെയ്യാൻ വന്നപ്പോഴേ അവിടെയുള്ള ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ട് എൻ്റെ മൊബൈൽ മറന്നുപോയി, എൻ്റെ രണ്ടാമത്തെ മൊബൈൽ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ ഇപ്പം എയർപോർട്ടിലോട്ട് കൊണ്ടുവന്ന് അതെടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം കൊണ്ടുപോകുന്നത്. സത്യത്തിലിപ്പം ഇവർ സിബ്ലിങ്സ് പരസ്പരം കണ്ടിട്ട് 8 വർഷമായി. ഇപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഞെട്ടലും ഉണ്ട്. പരസ്പരം കാണുക എന്നുള്ള ആ ഒരു ആങ്സൈറ്റി ഉണ്ട് ഇവർക്ക്.
അതുകൊണ്ട് ഈ സർപ്രൈസും ഈ ഒരു ഇതും കൂടെ ഒരുമിച്ച് കൂടുമ്പം എങ്ങനെയാവുമോ എന്നറിയില്ല. അത്ര ചൂടില് such a perfect climate. അപ്പൊ എന്റെ സ്ക്രിപ്റ്റ് അങ്ങനെ കഥ വെച്ചിരിക്കുകയായിരുന്നു. അതാ ആക്ടിങ് ഇത്രയും. നമ്മളങ്ങനെ ചക്കുനെ എടുത്തോണ്ട് എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ കിളി പോയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അടുത്തവരുടെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു സർപ്രൈസ് വിസിറ്റാണ് ചക്കുവിൻ്റെ. അങ്ങനെ ഒരു 1 hour ഡ്രൈവ് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് നേരെ വീടിൻ്റെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ വീടിൻ്റെ മുന്നിലെത്തി. ഇതാ നമ്മുടെ വീട്. കയറിക്കും. എന്താ പരിപാടി? ഇവിടെ അങ്ങനെ സംഭവം ഇവരൊക്കെ ഞെട്ടി. നമ്മുടെ വിസിറ്റിൽ എല്ലാ ആൾക്കാരും എത്തി. ഇതിപ്പോൾ ആദ്യ ദിവസമാണ്. എല്ലാവരും എത്തിയിട്ടുള്ള ആദ്യ ദിവസം. രാവിലെ 6 മണിയായി. ആരും അങ്ങോട്ട് എഴുന്നേറ്റിട്ടില്ല. ഉമാരാണെന്നുണ്ട് ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നു, ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നു. കുറച്ച് പേര് എഴുന്നേറ്റു. അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. താണ്ട് പേർത്തിന് ഇവിടെ കിടന്ന് നല്ല സുഖം ഉറക്കം ഉറങ്ങുന്നു. ഇതാ ഇവിടെ കിടന്നുറങ്ങുന്നു. രാവിലെ അങ്ങനെ എല്ലാവർക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ചീട്ടുകളിയുടെ ഡേ ആണ്. എല്ലാവരും ഇന്ന് ചീട്ടുകളി തുടങ്ങി. ഇനി അടി. തോറ്റാലും ജയിച്ചാലും നോ പ്രോബ്ലം. ചീട്ടുകളി അത് വൻ ആവേശത്തിൽ കലാശിച്ചു. ഒരു ഗ്രൂപ്പ് വന്നിട്ട് കുണുക്ക് വെക്കുന്ന ഒരു സന്ദർഭം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒന്നും പറയണ്ട, അടിച്ച് തീർത്ത് കളഞ്ഞു.
കുളിക്കാം പോയി കുളിക്കാം. എങ്ങോട്ടാ? റൈറ്റ് അല്ല ലെഫ്റ്റ്. അങ്ങനെ ചീട്ടുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഫ്രണ്ടിൻ്റെ, നമ്മുടെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ചിന് ഇന്ന് ബ്രോസ്റ്റ് ആയിരുന്നു. അൽബേക്ക്, ഇവിടുത്തെ ഫേമസ് അൽബേക്ക് ആയിരുന്നു. ഇവർക്ക് അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടാണ് ജയനും സന്ധ്യയും അൽബേക്ക് വാങ്ങി നമുക്ക് ലഞ്ച് ട്രീറ്റ് ചെയ്തത്. ഇപ്പോൾ എല്ലാവരും ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട്. അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പം റിയാദിൽ. ഇപ്പം റൈറ്റ് നൗ ഒരു 20 ഡിഗ്രി 22 ഡിഗ്രി ആ ഒരു ക്ലൈമറ്റാണ്. റിയാദിലുള്ള കുറച്ച് ഫാമിലി ഫ്രണ്ട്സിനെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്താനും ഒരു ഡിന്നറിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം അവരെല്ലാം ഇപ്പോൾ എത്തും, അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ്. നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ എത്തിയ കാര്യം, എല്ലാവർക്കും നേരത്തെ പോവുകയും വേണം. അതുകൊണ്ട് എല്ലാവരും എത്തി. വിളിച്ച അവരൊക്കെ വന്നിട്ടുണ്ട്. കൂടുതലും നമ്മുടെ ഈ ഒരു നെയ്ബർഹുഡിൽ താമസിക്കുന്ന ഫ്രണ്ട്സുകളെയാണ് കൂടുതലും വിളിച്ചാലും. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ലേറ്റ് നൈറ്റ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതൊരു ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചുള്ളൂ. ഇവർക്കാണെങ്കിൽ ഒട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ. ഒരാൾ 4 ദിവസം കഴിഞ്ഞ് ഒരാൾ 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഒരു വീക്കെൻഡൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ വിളിക്കാമായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ പാട്ടും മേളമൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു രാത്രി ഇവിടെ ഇങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടെ പ്രതിഭകൾ ഇവിടെ തെളിയിക്കുകയാണ്. ഇപ്പോൾ രഞ്ജുവിൻ്റെ പ്രതിഭ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇവിടെ ഗായകരും ഗായികമാരുമാണ്.
അങ്ങനെ പാട്ടും മേളവും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഫാമിലി മീറ്റ് വളരെ രസകരമായിരുന്നു. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരായിട്ട് പിരിഞ്ഞു. പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഡെസേർട്ട് ഡ്രൈവിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് പോകാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യണം. വണ്ടിക്കകത്ത് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇടണം, ഇല്ലെന്നുണ്ടെ പൊടിയെല്ലാം കയറും. എല്ലാവരും രാവിലെ എഴുന്നേറ്റു ഒരുങ്ങുകയാണ്. 3-ാം ദിവസം നമ്മൾ ഇവിടുന്ന് വന്ന് രാവിലെ ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. നമ്മുടെ പൂച്ചക്കുട്ടികളെല്ലാം ഇപ്പം എടുത്ത് അകത്ത് ഇടണം, എന്നിട്ട് വേണം പോകാൻ. അവരെ തപ്പി നടക്കുവാണ് ഞാൻ. കാര്യം ഈ ബഹളത്തിനിടയിൽ അവർ വെളിയിലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നിടം വരെ എല്ലാം നല്ല മെസ്സായി കിടക്കുവാണ്. ഈ തണുപ്പത്ത് നിൽക്കേണ്ടി വരും. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണ്. എല്ലാവരും റെഡിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ മക്ഡൊണാൾഡ്സിൽ വന്നു. ഇവന്മാർ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ. എല്ലാവരും വന്നു. മറ്റേ വണ്ടിയിൽ ഇവരെല്ലാം വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് സാൻഡ് ബൈക്ക് ഓടിക്കാനുള്ള ആ ഒരു പ്ലേസിലോട്ടാണ്. ഡെസേർട്ട് ഡ്രൈവ് പോലെ സാൻഡ് ബൈക്ക് നമുക്കവിടെ ഓടിക്കാൻ പറ്റും. അവിടോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് ഏതാണ്ട് 3/4 മണിക്കൂർ 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഈ സാൻഡ് ബൈക്കിൻ്റെ പ്ലേസിലോട്ട്. നമ്മളങ്ങനെ ഇവിടെ ബൈക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ 2 വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. അങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ട് തിരി. ഞെക്ക് ഞെക്ക്. യെസ്.
നമ്മളൊക്കെ ഇവിടുത്തെ സാൻഡ് ബൈക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക. സാൻഡ് ബൈക്ക് ഒക്കെ കഴിച്ച് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാലിക്കറ്റ് ലൈവ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അവിടെ വന്ന് കാപ്പി അതുപോലെ തന്നെ സ്നാക്സൊക്കെ കഴിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ഡിന്നർ സജിയേൻ്റെ വീട്ടിലാണ്. അപ്പം ഇപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നേരെ ഇനി സജിയേൻ്റെ വീട്ടിലോട്ടാണ് പോവുക രാത്രിയിൽ. ക്യൂവിൽ നിൽക്കുക, പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ സജിയേൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് ഫാമിലി ഉള്ളായിരുന്നു ഇവിടെ. എല്ലാവർക്കും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. നമ്മളും ഡിന്നറൊക്കെ കഴിച്ചു. പതിവ് പോലെ തന്നെ പാട്ടും മേളവും ഒക്കെ ആയിട്ട് 2-3 മണിക്കൂർ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരോടും യാത്ര ചോദിച്ച് ഇറങ്ങുകയാണ്. അഞ്ചു നാളെ തിരികെ കാനഡയ്ക്ക് പോവും. രഞ്ജു ഇനിയുണ്ട് 3-4 ദിവസം കൂടെ. അപ്പം ആ ഒരു യാത്രയപ്പ് വേളയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു. തിരിച്ചു. ഇന്ന് 4ാം ദിവസമാണ്. നമ്മളങ്ങനെ ഷവർമ ഹൗസിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. എല്ലാം ഇവിടെ നിൽപ്പുണ്ട് ഷവർമ ഹൗസിലെ ഫാമിലി സെക്ഷനിൽ. ഇതാണ് ഷവർമ ഹൗസ്. ഷവർമയുടെ പ്രളയം. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് അഞ്ജുവിന് പോകാനുള്ള പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കുക എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം അഞ്ജുവും കുട്ടികളും ഇവിടെ നിന്ന് കാനഡയ്ക്ക് പോവും. 4 ദിവസത്തെ സന്ദർശനം ഇന്നുകൊണ്ട് പൂർത്തിയാവുകയാണ്. 4 ദിവസത്തെ വിസിറ്റിങ്ങിന് ശേഷം അഞ്ജുവൊക്കെ തിരികെ കാനഡയ്ക്ക് പോവുകയാണ്. എയർപോർട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തി. അഞ്ജുവിനെയും പൊന്നുവിനെയും തേജുവിനെയും വിടാൻ ലഗേജൊക്കെ ഇട്ടവർ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് വന്നു. ഇനിയിപ്പോൾ നേരെ ജദ്ദയിലോട്ട്.
ലാസ്റ്റ് ചെക്ക് ഇൻ ലഗേജൊക്കെ ചെക്ക് ചെയ്ത് കണ്ട് പോവാണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ജദ്ദയിലോട്ട്. ബൈ ബൈ, സി യു, ബൈ ബൈ. അഞ്ചും കുട്ടികളെല്ലാം പോയി കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേ നൈറ്റിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരു ബോളിംഗ് സെൻറ്ററിൽ പോയി. പിള്ളേർക്ക് ബോളിംഗ് സെൻറ്ററിൽ പോയി കളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ബോളിംഗ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിനി തിരികെ വീട്ടിൽ പോകും. ലഞ്ച് കഴിക്കാൻ വേണ്ടി ഈ ഷെഫ്സ് ഹോം മെയ്ഡ് ബർഗർ ഗോർമേ എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ്ട് കുഞ്ഞുണ്ണി ഇറങ്ങി. നമ്മുടെ കൂട്ടത്തിൽ രേണുവിൻ്റെ മോൻ ഉണ്ട്. അവിടെ ചക്കു എല്ലാവരും ഉണ്ട് ഇവിടെ. കുറച്ച് ബർഗേഴ്സും സ്റ്റേക്കും ഒക്കെയാണ്. അടിപൊളി ഭക്ഷണമാണ്. ഷെഫിലെ ഇത് റെക്കമെൻഡഡ് പ്ലേസ് ആണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. നമ്മളിവിടെ ലുലു വന്നാണ് ഇവർക്ക് കുറച്ച് സാധനം പർച്ചേസ് കൊണ്ടുപോകാൻ വേണ്ടി. ലുലുവിൽ നിന്ന് അങ്ങനെ പർച്ചേസ് ചെയ്ത് ഇറങ്ങി നമ്മളിതാ ഇവിടെ തകർപ്പൻ തിരക്കാണ്, ഭയങ്കര തിരക്ക്. ഇതാ ഇവിടെ ക്രിസ്പി ക്രീമിൻ്റെ അവിടെ വന്ന് നിൽപ്പുണ്ട് എല്ലാവരും. ലുലുവിൽ നിന്ന് തിരികെ പോവാണ് വീട്ടിലോട്ട്. പിന്നെ രഞ്ജുവും കുടുംബവും എയർപോർട്ടിലോട്ട് പോകുന്നു. അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അങ്ങനെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ടെർമിനൽ 2-ലെത്തി. നമ്മളങ്ങനെ ഇവരെ തിരിച്ച് നാട്ടിലോട്ട് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ് ലഗേജ് എല്ലാം വിട്ടു. എല്ലാം സെറ്റാണ്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞവർ ദാണ്ട് അങ്ങനെ പോവാണ്. അങ്ങനെ ഓരോരുത്തരായി തിരികെ അങ്ങനെ പോയി. ഇപ്പം ലാസ്റ്റ് ചക്കുവും തിരികെ പോവാണ്. ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോവാണ്. നമ്മൾ ചക്കുവിനെ ഇവിടെ ടെർമിനൽ 2-ലെത്തി. ലുഫ്താൻസ എയർവേസിലാണ് ചക്കു പോകുന്നത്. എല്ലാവരും വന്നതും പോയതും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. ചക്കു ഇപ്പം വന്നൊരു ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിപ്പം പോകാനുള്ള എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളിനിപ്പോൾ ഇവനെ വിട്ടിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.